നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വന്നിട്ട് വിഷയത്തിൽ കടക്കാം. ഒന്ന്, ചായക്കടയിലെ നമ്മൾ ശ്രദ്ധിക്കുക. ചായക്കടയിൽ ഗാർഹിക ആവശ്യമുള്ള 2 സിലിണ്ടർ ഉപയോഗിച്ച് ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടീം തന്നെ വന്നു. നല്ല കാര്യം, തെറ്റു പറയാൻ പറ്റില്ല, അത് നിയമവിരുദ്ധം തന്നെയാണ്. അതേ സ്ഥാനത്ത് ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഹെറോയിൻ പോലുള്ള വസ്തുക്കൾ പിടിച്ചിട്ട് അതെവിടെ, ചെറുതാണെന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തു, വെറുതെ വിട്ടു. അതൊന്നും കാണാത്ത നമ്മുടെ പോലീസ്, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഈ കൊച്ചു കൊച്ചു കാര്യം കാണിക്കുന്ന ശുഷ്കാന്തി കാണുമ്പോൾ നമ്മൾ അവരെ സുത്യർഹമായ സേവനത്തെ നമ്മൾ മാനിക്കുകയാണ്, ബഹുമാനിക്കുക. ചായകടകളിൽ ഗ്യാസ് പോയി തെറ്റാണ്, അത് ശരിയാണെന്ന് പറയുന്നില്ല. അതുപോലെ ഹെൽമെറ്റ് വേട്ടയ്ക്ക് വേണ്ടി, വാഹന പരിശോധനയ്ക്ക് വേണ്ടി നമ്മുടെ പോലീസ് പോലീസിൻ്റെ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. കഞ്ചാവ് പോലുള്ള മാരകമായ ജനങ്ങളെ വംശനാശത്തെ ഇടവരുത്തുന്ന അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അത് ഞങ്ങൾ പറയാറുണ്ട്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്. അത് ഒരു ഉദാഹരണം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കൂ. ജാതി മതം വർഗം ഒന്നും കൂടാതെ നിഷ്പക്ഷമായി ചിന്തിക്കുക. ഒരു ക്രിസംഖികളും സംഖ്യകളും പിന്നെ മുസംഖികളും ഒക്കെ പറയുന്നത് മുസ്ലിങ്ങളിൽ തീവ്രവാദികൾ 1-2% സത്യമാണത്, അവർ പറഞ്ഞാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഈ മാത്യു സാമിലേക്ക് ഈരാറ്റുപേട്ട മിനി താലിബാനാണ്, അല്ലെങ്കിൽ അവിടെ കേരളത്തെ 2 മടങ്ങ് നശിപ്പിക്കാനുള്ള സാധനങ്ങൾ, വെടിമരുന്ന് വാങ്ങിച്ചു വെച്ച് പറയും. വെടിമരുന്നൊക്കെ അവിടെ സാധാരണഗതിയിൽ പാറമടയിൽ ഉപയോഗിക്കുന്നതാണ്, ഈ ഡിറ്റക്ടറും അതിൻ്റെ വയറും. ഞാൻ ഈ പാറമട തൊഴിലാളികളുടെ പ്രശ്നം എനിക്കിതൊക്കെ അറിയാം. എന്ന് ചോദിച്ച് അകാരണമായിട്ട് സ്റ്റോക്ക് ചെയ്തെങ്കിൽ അവർ ശിക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ വിഷയം അതല്ലേ, 2% ഉള്ളൂ തീവ്രവാദികൾ എങ്കിൽ ഈരാറ്റുപേട്ട മുഴുവൻ താലിബാനാണെന്ന് പറയുമ്പോഴേ അവർ ആ മനസ്സിരിപ്പോൾ ഒരു ലക്ഷ്യം ശരിയാണോ? അത് ഞാൻ ഈ ജോർജ് അദ്ദേഹത്തെ പോലെ പറയുന്നത്, നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാർ, ആരും ആരേക്കാൾ മോശമല്ലെന്നേ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർ മോശവും ഞങ്ങൾ നല്ലും എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്, വിനീതമായി അഭ്യർത്ഥിക്കുക. മറ്റൊരു സംഭവം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി, മനുഷ്യവാസം ഉണ്ടായിട്ട് ഏതാനും കോടാനുകോടി വർഷമായിട്ടുണ്ട്. ആ കോടാനുകോടി വർഷവും 2ാം ലോകമഹായുദ്ധം നടക്കുന്നത് 1939-45 45 ശേഷം ഏതാണ്ട് 55-75 80 വർഷം. ഈ 80 വർഷത്തെ പുരോഗതിയും അതിന് മുൻപിൽ കോടാനുകോടി വർഷത്തെ പുരോഗതി നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഈ 80 വർഷത്തെ പുരോഗതിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കോടാനുകോടി വർഷം പഴക്കമുണ്ട് ഭൂമിക്ക് അല്ലെ മനുഷ്യന്. അന്ന് പോലെ 2ാം ലോകമഹായുദ്ധം വരെ നടന്ന പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വിപ്ലവങ്ങളും അതിനുശേഷം നടന്ന 80 വർഷം നടത്തിയാൽ ഈ 80 വർഷമാണ് കൂടുതൽ നടന്നത്. ഇത് ഞാൻ പറയാം, കാരണം 1, 2, 4, 8, 16 അങ്ങനെ ഡെവലപ്പ് ചെയ്തു പോകണം നമ്മുടെ മാറ്റങ്ങൾ. അല്ലാതെ 1, 2, 3, 4 എന്ന ക്രമത്തിലല്ല, മൾട്ടിപ്പിൾ ചെയ്തു പോകണം. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്ത് വരുന്ന, ഇതിപ്പോൾ 2025 വരുന്ന 25 വർഷം എന്നുകൊണ്ട് അതിനിർണായകമാണ്. ഈ 25 വർഷം വരെ ഭൂമി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമാണ്. അത് ഉണ്ടായാൽ പേപ്പർ യുഗം, പേപ്പർ ഏജ് ഉണ്ടാവില്ല. ഇനി പത്രങ്ങളൊന്നും ഉണ്ടാവില്ല. പത്രങ്ങൾ നമ്മുടെ കുട്ടികളെ കാണിക്കണമെങ്കിൽ വല്ല കാഴ്ചബംഗ്ലാവിലോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലത്ത് കാണിക്കലോ. പത്രം ഇല്ലാത്തൊരു യുഗമാണ് ലോകത്ത് വരുന്നത്, പേപ്പേഴ്സ് ഇല്ലാത്ത ഒരു യുഗമാണ്.
അതുപോലെ പണ്ട് കാലത്തൊക്കെ പണ്ടല്ല ഒരു 30 വർഷം മുൻപൊക്കെ ഈ കുപ്പിവെള്ളം കൊണ്ടുനടന്ന് കാണുമ്പോൾ നമ്മൾ അവനോടുള്ള ഒരു അവഗണന, അല്ലെങ്കിൽ ഭയങ്കര പണക്കാരാണ്, അല്ലെങ്കിൽ സുഖലോലുവൻ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് പുച്ഛരസമായത്. ഇന്ന് പാടികളിൽ കുപ്പികളില്ലാതിരിക്കണ്ടോ? ഇതുപോലെ ഇനി ഒരു 25 വർഷം വേണ്ട, അതിന് മുമ്പായിട്ട് തന്നെ നമ്മളെല്ലാവരും ജീവിക്കണമെങ്കിൽ ഓക്സിജൻ ജാർ ഇനി നമുക്ക് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ ജാറ് കൊണ്ടു നടക്കേണ്ട കാലം അതിവിദൂരമല്ല. കാരണം വെള്ളത്തിൽ ദാരിദ്ര്യം എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രത്യേക ഒരവസ്ഥ. ഇത് നമ്മളൊരു ആമുഖമായിട്ട് സൂചിപ്പിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഭയപ്പെടാനോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കണം. കൗണ്ട് 10 ബിഫോർ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ മുൻകൂട്ടി എല്ലാ കാര്യം കണ്ടിരിക്കുന്നത് നല്ലതാണ്. ആ നിരാശയിൽ നിന്ന് ഒഴിവാക്കാം, നാശത്തിൽ നിന്ന് ഒഴിവാകാം, പിന്നെ തൊഴിലിൽ നിന്ന് ഒഴിവാകാം. അതുപോലെ മറ്റൊരു സംഭവം, നമ്മളിപ്പോൾ എല്ലാം യു പി തന്നെ ഇപ്പോൾ വരുന്നത് പല കേസുകളും. ഒന്ന്, പെൺകുട്ടിയെ മാറിപ്പിടിക്കുന്നത് തെറ്റല്ല, ബലാത്സംഗമല്ല. അവർ അടിപ്പാവടെ വള്ളി കഴിക്കുന്ന അതല്ല, വലിച്ചൊഴി കൊണ്ട് ബലാത്സംഗമല്ല. ശരിയാണത്. അത് ബലാത്സംഗം ആരോ പറഞ്ഞേ? ബലാത്സംഗം എന്ന് പറയുമ്പോൾ മറ്റേ ഇതല്ലേ, അതല്ല. അത് പറയുന്നത് ബലാത്സംഗ ശ്രമമെന്നാണ്. ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമം. ഓക്കെ. അപ്പോൾ അത് ബലാത്സംഗമാണെന്ന് ആരും പറഞ്ഞില്ല. ബലാത്സംഗ ശ്രമമല്ലേ, അത് കുഴപ്പമില്ല, ബലാത്സംഗമല്ല എന്ന് പറഞ്ഞ് 2 പേര് എന്തായാലും ജാമ്യത്തിൽ വിട്ടുവതൊക്കെയാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ വിട്ടുവോ കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും കോടതിക്ക് പോലും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. കോടതിയും നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് വരുന്ന ജഡ്ജിമാരാണ്. അവർക്കും അവരുടേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഒന്ന് മുന്നോട്ട് ശ്രദ്ധിച്ച് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ നാഗ്പൂർ കേസൊക്കെ ഉണ്ടാവുന്ന ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞുകൊണ്ട് വിഷയമുണ്ട്. നമ്മൾ വീണ്ടും ഈ കേരള രാഷ്ട്രീയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടറിയോ? ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്നു നിങ്ങളെ പേര് മാറ്റി പറയുകയാണ്. അവരിപ്പോൾ 30 സീറ്റ് ആവശ്യപ്പെടാണ് കോൺഗ്രസ് അവരുടെ മുന്നണിയിൽ. 25 കഴിഞ്ഞ വർഷം കൊടുത്തതിൽ 15 സീറ്റ് ജയിച്ചു. 90 സീറ്റായിട്ട് കോൺഗ്രസ് മത്സരിച്ചു, അത് 21 സീറ്റാണ് ജയിച്ചത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സീറ്റ് അവർക്ക് കൊടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ കൂടുതൽ സീറ്റ് കൊടുക്കുന്നത് ലീഗിനല്ലെന്തേ, മുസ്ലിം സമുദായത്തിന് കൊടുക്കണം. എങ്കിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും കൊടുക്കണം, ആനുപാതികമായിട്ടല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. പക്ഷേ 30 സീറ്റ് ചോദിച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും UDFനെ. അത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ ആൾക്കാർ വീണ്ടും ചോദിക്കുക, ശരിയല്ലേ? എന്താണ് കുഴപ്പം? 30 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അത്ര ആവശ്യപ്പെടാൻ പാടില്ല, അവർക്കത് കൊടുക്കാനും പാടില്ല. അവർ എന്ത് കൊടുക്കില്ല, അവർ പേര് മാറ്റാണെങ്കിൽ ഓക്കെ. ഈ പേര് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് 30 സീറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പാരയായിരിക്കും. തന്നെയല്ല മറ്റ് സമുദായങ്ങൾ, മുസ്ലിം ഇതര സമുദായങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് വലിയ തെറ്റിദ്ധാരണയും വിഷമം ഉണ്ടാക്കും. മുസ്ലിം സമുദായത്തിൽ വോട്ട് കിട്ടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ലീഗ് എന്ന ഒരു ജാതി പാർട്ടിയുടെ ആധിപത്യത്തിൽ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ UDF വരിക എന്ന് പറഞ്ഞാൽ മറ്റ് ഇതര സമുദായങ്ങൾക്കും കോൺഗ്രസ്സിലെ ലീഗില്ലാത്ത മുസ്ലിം സമുദായങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ട്, അത് സാധിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലീഗിനോട് കോൺഗ്രസ് അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് മുസ്ലിം ലീഗ് LDFിലേക്ക് മാറും എന്നുള്ള ഭയമുണ്ട് UDFന്. മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞാൽ UDF വാസ്തവത്തിൽ UDFന് തകർന്നു, നല്ല സംശയമൊന്നുമില്ല. പക്ഷേ തകരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 30 സീറ്റ് കൊടുക്കുക, അതിൽ 10, 25, 22 സീറ്റ് ജയിക്കുക, അത്രയും സീറ്റ് കോൺഗ്രസ് കിട്ടാതെ വരെയൊക്കെ ചെയ്താൽ അത് വലിയ ഭാവിയിൽ വലിയ പ്രശ്നമുണ്ടാക്കും. ഞാൻ മുസ്ലിമാണ്, ഞാൻ ലീഗിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ലീഗ് എന്ന മുസ്ലിം ലീഗ് എന്ന സമുദായ പാർട്ടി ജാതി പാർട്ടിക്ക് അത് ജാതി പാർട്ടി മാറ്റില്ല. ഏതൊരു തീവ്രവാദ പാർട്ടി, ഏതൊരു വർഗീയ പാർട്ടി, ഇവർക്കൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ഥാനമില്ല, സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ദയവ് ചെയ്ത്
മുസ്ലിം ലീഗിനോട് മുസ്ലിം എന്ന പദം മാറ്റി വേറെ പേര് ഇടാൻ പറയുക. അത് തന്നെയല്ല, മുസ്ലിം ലീഗ് എന്ന പേര് നിർത്തിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ സീറ്റ് കൊടുക്കുകയും ചെയ്ത്. വാസ്തവത്തിൽ ഈ കേരളത്തിൽ മുസ്ലിങ്ങൾ മൂന്നിലൊന്ന് അവർക്ക് അവകാശമുള്ളൂ. ആ കണക്ക് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? അറിയില്ല, ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര മൂന്നല്ലെങ്കിൽ ആകെ മുസ്ലിങ്ങൾ കൊടുക്കുക സീറ്റ് മൂന്നിലൊന്നും കൊടുക്കാവുള്ളൂ. ഇത് മുഴുവൻ ആനുകൂല്യം മുസ്ലിം ലീഗ് കൊടുത്തിട്ട് തക്കാണ്. ഇപ്പോൾ ഇത് ആലപ്പുഴ അതായത് കാതലായ വശമാണ്. അത് മുസ്ലിം ലീഗ് മനസ്സിലാകുന്നില്ല എന്നുവേണം പറയാൻ. ഞാൻ ഈ CP അല്പം ചിന്തയുള്ള ആളാണ്. CP ജോൺ കുറച്ചുകൂടിയൊക്കെ ദീർഘവീക്ഷമുള്ള ആളാണ്. CP ജോൺ പ്ലാനിംഗ് ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നാൾ, ഡെപ്യൂട്ടി ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ UDF നേതാക്കൾ പറയാണ്, അതായത് ഈ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടാണ് ഈ മുസ്ലിം സമുദായത്തിൽ എത്ര സീറ്റ് കൊടുക്കണം. ഇപ്പോൾ പല ജില്ലകളിലും സീറ്റ് വിഭജനം UDF കഴിഞ്ഞു, കോൺഗ്രസ് കഴിഞ്ഞു. ആലപ്പുഴയിൽ ഒരെണ്ണം ആണ് പേരിന് കൊടുക്കുന്നത്. അതുപോലെ മറ്റ് ഓരോ ജില്ലകളും 1ഉം 2ഉം മാത്രമേ എത്ര കൊടുക്കാൻ പറ്റൂ. 14 ജില്ലയിൽ 14 28 വരും. പക്ഷെ അങ്ങനെ മാത്രം മതി. അവർക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് 3-1 വിചാരിക്കുക. 3-1 40 പോട്ടെ, 3-1 എത്ര 50 സീറ്റോളം ഈ മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. അതുപോലെ മറ്റുള്ളവർക്കെല്ലാം അനുമതി കൊടുക്കും. 50 സീറ്റ് 20 സീറ്റ് പോട്ടെ, കൊടുത്തല്ലേ 20 സീറ്റ് ലീഗിന് കൊടുക്കുക. ബാക്കി 30 സീറ്റും മുസ്ലിങ്ങളായ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കണം. എങ്കിലേ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർക്കിപ്പോൾ കോൺഗ്രസ് ജയിപ്പിക്കണം നിർബന്ധമൊന്നുമില്ല, UDF ജയിപ്പിക്കും നിർബന്ധമൊന്നുമില്ല. UDF അനുഭാവികൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കോ ലീഗ് ഒക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. പക്ഷെ കോമൺ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ UDFനെ ജയിപ്പിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവർ ചിന്തിക്കും അവർക്കൊന്നും ആവശ്യമില്ല. പക്ഷെ അവർക്ക് ജാതീയമായിട്ട് നോക്കുമ്പോൾ ഒരു ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനം കിട്ടും. അത് കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിൽ പോവും. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് സാധിച്ചാൽ നല്ലത്. ഇപ്പോൾ ശശി തരൂർ ഏതാണ്ട് തീരുമാനമായ മട്ടാണ്. ശശി തരൂർ ഇന്നത്തെ പ്രസ്താവന കാണുന്നല്ലോ, മോഡിജിയൊക്കെ ഇട്ട്. അങ്ങനെ ഈ ശശി തരൂരിൻ്റെ കൂടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർത്തിട്ട് 4 പ്രാവശ്യം ജയിച്ച് പുള്ളി ആളായതല്ലാതെ പാർട്ടിക്ക് എന്ത് നേട്ടമുണ്ടായി? അത് ട്രിവാൻഡ്രത്ത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഈ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് ശശി തരൂർ ജയിപ്പിക്കുന്നുണ്ടെന്നല്ലാതെ ശശി തരൂർ ഈ സമുദായത്തിന് വേണ്ടി നാടിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? അങ്ങനെയാണോ? ഇവിടെ അംബേദ്കർ രാഷ്ട്രീയക്കാരെ മത്സരിച്ചിട്ടുണ്ട്, VK കൃഷ്ണമോഹൻ മത്സരിച്ചിട്ടുണ്ട്. അവരൊക്കെ ബുദ്ധിജീവികളായിരുന്നു. ബുദ്ധിജീവികൾ കാലകാലത്തിൽ എല്ലാ പാർട്ടിയിലും ഉണ്ടാകണം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരൊന്നും പാർട്ടി വളർത്തിയിട്ടില്ല, പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല, ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ശശി തരൂർ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഈ 50ാം വാർഷികമാണ് ഈ വരുന്ന ജൂലൈ 25 50ാം വാർഷികം. കേരള മന്ത്രിസഭ ഡിസ്പോസ് ചെയ്തില്ലേ? അതുകൊണ്ട് ആ 2 സംഭവം കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയണം. അതെന്ത് പറയുന്നതുകൊണ്ടോ എനിക്കറിയില്ല. അതൊക്കെ അവർ ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ UDF മുസ്ലിം ലീഗിന് 30 സീറ്റ് ചോദിച്ചാൽ കൊടുക്കാൻ വഴങ്ങിക്കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും. ബാക്കി 20 സീറ്റ് ലീഗിന് കൊടുത്തിട്ട് ബാക്കി 30 സീറ്റ് മുസ്ലിം സമുദായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും പാർട്ടിയിലുണ്ടെങ്കിൽ, ഇപ്പോൾ RSPയിൽ ഒരാൾക്ക് കൊടുക്കാറുണ്ട്, ഇപ്പോൾ കൊടുക്കുമെന്നറിയില്ല. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് വന്നോട്ടെ, മൊത്തം മതി പറഞ്ഞത്. അങ്ങനെയൊക്കെ നോക്കി ആനുപാതികമായിട്ട് കൊടുത്താൽ കേരളത്തിൽ അടുത്ത പ്രാവശ്യം UDF ജയിക്കുമെന്ന കാര്യം യാതൊരു സംശയമില്ല. കാരണം വോട്ട് ബാങ്ക് കിടക്കുന്നത് ഈ വിഭാഗത്ത് കയ്യിലാണ്. 3-1 40% കിടക്കാണ്. ബാക്കിയെല്ലാം 10% വളരെ കുറച്ചുള്ളൂ. അത് മനസ്സിലാക്കാതെ ആനപ്പുറത്ത് കയറി തഴമ്പുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. രമേശ് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചാലും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അത് അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി മലബാറിൽ നിന്ന് മുസ്ലിങ്ങൾ 4 പ്രാവശ്യം വന്നില്ലേ നമ്മുടെ രമേശ് നിങ്ങളുടെ മുമ്പിൽ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കളിയാക്കി വിടയില്ലായിരുന്നോ? ആ ഒരു ക്ഷീണമല്ലേ നിങ്ങൾ അസംബ്ലിയിൽ കയറുന്നുണ്ട്, പക്ഷെ ഭരണത്തിൽ വരാത്തത്. 2 ടേം കഴിഞ്ഞില്ലേ? 3ാം അവസ്ഥകളിലൊക്കെ ഊരിൽ പൊടി തട്ടിയിട്ട് BJPക്ക് പോവാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല, ഒറ്റ പ്രസ്താവന മതി. ശരി, ഇപ്പോഴത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ മോഡിജിയുടെ അല്ലെങ്കിൽ BJP എന്നൊറ്റ പ്രസ്താവന നടത്തി ഏതൊരു കോൺഗ്രസ്സുകാരനും
BJP-യിലേക്കോ അല്ലെങ്കിൽ NDA മുന്നിലേക്കോ പോയി സ്ഥാനമാനം നേടാവുന്നതാണ്. അപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു 80% ഉണ്ട്. പിന്നെ വലിയ വിഷയമാണിത്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് ബഹുമാനിയെ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരാൾ നന്ദി ചെയ്യുന്നു. താഴെ വരണല്ലേ?